കാണാതെ പഠിച്ചത് എനിക്ക് ആ പടം മലയാളത്തിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ വട്ട പുതിയ കാണാൻ പറ്റിയ ഒരു വലിയൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും നിങ്ങൾ പറയുന്ന ഉത്തരം കറക്റ്റാ പറയാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. ഞങ്ങൾ പറയാൻ തയ്യാറല്ല. 74 ചെറുതായിട്ട് 75 ചേട്ടാ, 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലുള്ള പുതിയ തലമുറയ്ക്ക് നമ്മളെ രാജ്യത്തിനെ പറ്റി എന്തെങ്കിലും അറിയാമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇന്ന് ലീവാണ്, ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണുന്നുള്ളതുകൊണ്ട് അറിയണം. പക്ഷെ ഞങ്ങൾ ചോദിച്ച ഒരുപാട് ക്രിക്കറ്റ് കളി മാത്രം രാജ്യത്തെ അറിയാൻ പാടില്ല. അതുപോലെ ഇന്ത്യ ജയിക്കും, പാകിസ്ഥാൻ തോക്കും, അപ്പം രാജ്യം എന്റെ ഇന്ത്യ എന്നറിയാൻ. ഇന്ത്യയെ പറ്റി പൊതുവായ ഒരു ധാരണ വേണം അല്ലേ? അതെ, അത് ഇവിടെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്, എല്ലാവർക്കും അറിയാവോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന്റെ ഭാഗമായിട്ട് മോനെ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ പരീക്ഷണമായിരുന്നു. ഇതുവരെ ഇപ്പോഴും പരീക്ഷണത്തിന് വന്നതാണ്. ഇവരൊക്കെ അറിയാമോ? എല്ലാം എന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ്സാണ്. നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഒരു ആൾക്കാരാണ്. എന്ത് ഭാഗ്യം അല്ല, ഇത്ര വലിയൊരു വിപിന്റെ കൂടെ ക്ലാസ്സിലിരിക്കാൻ കാണാൻ പറ്റിയ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, ഞാൻ ചോദ്യം ചോദിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, നമ്മളുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഇന്ന്? 75. ഓക്കെ. അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? ഭരണഘടന നിലവിൽ വന്നത് ആ ഒരു ദിവസമായതുകൊണ്ട്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ഉള്ളൂ, സമയം കളയുന്നില്ല. അവസാനത്തെ ചോദ്യം, ഭരണഘടനയുടെ പിതാവ് എന്ന് നമ്മൾ വിളിച്ച ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്? എന്റെ മലയാളം സെക്കൻഡ് പുള്ളിയെ പറ്റി പഠിക്കാനായിരുന്നു 10ാം ക്ലാസ്സിൽ വെച്ച്. ഡോക്ടർ അംബേദ്കർ. ഓക്കെ. അപ്പോൾ ഞാൻ കാണാതെ പഠിച്ചത് എനിക്ക് ആ പടം മലയാളത്തിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ വട്ട പുതിയ. ഓക്കെ, ഇത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെയൊക്കെ നടന്ന് ചോദിക്കുകയായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ആയിട്ടുള്ള യുവാക്കൾക്കും അല്ല, അവർക്കറിയില്ല. അവർക്ക് നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു നോക്കൂ. ബീറ്റൽ ജ്യൂസ്, മൈക്കിൾ ജാക്സൺ, ഷാരൂഖ് ഖാൻ്റെ വയസ്സ്, ഷാരൂഖ് ഖാൻ്റെ അച്ഛൻ്റെ വയസ്സ്, അമ്മയുടെ വയസ്സ് ചോദിച്ചു നോക്കൂ, അവർ പറയും. പക്ഷേ ഇത് ഇങ്ങനെ ആയിപ്പോയത് ആരെ കുറ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പം മമ്മൂക്കയുടെ വയസ്സ്, ലാലേട്ടൻ്റെ വയസ്സ്, ഇതൊക്കെ പറയും ആൾക്കാർ. പക്ഷേ നമ്മുടെ ഈ പറയുന്ന അംബേദ്കർ എന്താണെന്നോ, ഗാന്ധി എന്താണെന്നോ, ഇന്ദിരാഗാന്ധി എന്താണെന്നോ, രാജീവ് ഗാന്ധി എന്താണെന്നോ, നമ്മുടെ കെ കരുണാകരൻ സാർ എന്താണെന്നോ, EK നായർ സാർ എന്താണെന്നോ, പിണറായി വിജയൻ സാർ എന്താണെന്നോ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പം കുട്ടികൾക്കില്ലാത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കണം. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ, ഈ കാലഘട്ടത്തിൽ പഠിച്ച എല്ലാവർക്കും നിങ്ങൾ പറയുന്ന ഉത്തരം കറക്റ്റാ പറയാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. ഞങ്ങൾ പറയാൻ തയ്യാറല്ല. അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളതായിട്ടൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടുപിടിക്കും. പല ഇന്റർവ്യൂവില് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1-2 ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം. 2 ചോദ്യം ചോദിച്ചപ്പോൾ 1/2 മണിക്കൂർ സംഭവം ഞാൻ തന്നു. അതെ, എന്തായാലും വലിയ സന്തോഷം. ഇത് ഞങ്ങളെ ഒരു ജേണിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്താ ചാനലിന്റെ പേര്? ദിശ അക്കാദമി. ദിശ അക്കാദമി. ഞാൻ വിചാരിച്ചു ഉപ്പുള്ളത് നിഷാന്ന് വിചാരിച്ചു. അയ്യോ, അല്ല. ദിശ അക്കാദമിക്ക് എന്റെ എല്ലാവിധ ഭാവങ്ങളും തരുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. എൻ്റെ പേര് അതുൽ എന്നാണ്. ഇത് അബി. ഞങ്ങൾ ദിശ അക്കാദമി എന്ന് പേരാണ്. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിനെ പറ്റി 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്നേ. കുഴപ്പമില്ല, ചെറിയ ചോദ്യം കുഴപ്പമില്ല, കൈവച്ചോ. പിടിച്ചോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എല്ലാവരും. എൻ്റെ പേര് ഫാദിയ. ഹരിത. എൻ്റെ പേര് അർച്ച. പഠിക്കുവാണോ എല്ലാവരും? അതെ. എവിടെ പഠിക്കണേ? കാര്യവട്ടം കോളേജ്. ഓക്കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? റിപ്പബ്ലിക് ഡേ ആണ്. എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്? 75th. ഉറപ്പാണോ? ഉറപ്പാണ്. രാവിലെ കൂടെ കേട്ടത്. അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ആദ്യത്തെ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചത് അറിയാമോ? 56 ആണോ? 56. ഉറപ്പാ. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചാലോ? 1956. ആ 6 ചെറിയൊരു പണിയൊന്നും കുറച്ചാലോ? അത് ജനുവരി 26 6 ആക്ച്വലി 1950 ആണ് കേട്ടോ. 1950 ജനുവരി 26 ആണ് ഫസ്റ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ കാരണം നമുക്ക് ഡേ അറിയാം, അന്ന് കോളേജിന് അവധിയാണെന്ന് അറിയാം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഓർമ്മയില്ല.
നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമാണ്. സിമ്പിൾ അടുത്ത ചോദ്യം ഭയങ്കര സിമ്പിൾ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് ആരാന്നറിയാമോ? അംബേദ്കർ. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്തുള്ള പ്രൈം മിനിസ്റ്റർ ആരാന്നറിയാമോ? ജവഹർലാൽ നെഹ്റു. ഇവർ കറക്റ്റ്. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് എന്താ? ഹിസ്റ്ററിയാണോ? ബയോടെക്നോളജി. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഈ പറമ്പിൽ മൊത്തം നടന്നിട്ടും ഇത്തരം ഉത്തരം പറഞ്ഞിട്ടില്ല. ഇല്ല, ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പല അവിടെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. അവരൊക്കെ ഒന്ന് അടിക്കും. ഓക്കെ അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഒരുമിച്ചുള്ളതാണോ? അതെ. താങ്ക് യു. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ, എൻ്റെ പേര് ഹർഷ എന്നാണ്. ഞാൻ മലപ്പുറത്താണ് വീട്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് പാളയത്ത് എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ. ഇയാളോ? എൻ്റെ പേര് മീനാക്ഷി. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എക്സാം ഒക്കെ ആയതുകൊണ്ട് പഠിക്കാതിരിക്കുകയാണോ? ഓക്കെ നല്ല കാമായിട്ടുള്ള ഏരിയ ആണല്ലോ അല്ലേ? ഇന്നത്തെ ദിവസത്തിനെ പറ്റി ഒന്ന് രണ്ട് പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അതുൽ എന്നാണ്. ഞങ്ങൾ ദിശ അക്കാദമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരികയാണ്. യൂട്യൂബ് ചാനലിൽ നിന്ന് വരികയാണ്. ഓക്കെ, എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? റിപ്പബ്ലിക് ഡേ ആണ്. എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണെന്ന് അറിയാമോ? 75 കഴിഞ്ഞില്ലേടാ? 75 കഴിഞ്ഞോ? അത് 75 75th ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഏത് വർഷമാണ് നമ്മളെ ഭരണഘടന നിലവിൽ വന്നത്? 47 ആണോ? 47 അല്ല. 47 അല്ല. 2 ഇയർ 40 ഐ മീൻ ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞാൽ 2 ഇയർ എടുത്തു. 49 ആണോ? 49 ആണെന്ന് തോന്നുന്നു. നമ്മളെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ എപ്പോഴായിരുന്നു? ജാനുവരി 26, 1950 ആണോ? 1950 ആണോ? ഒരു ഇയർ 11 months ആണോ? ആണ്. അപ്പോൾ 1950 ആദ്യമായിട്ട് നമ്മളെ ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ, 1950 വരുന്നത്. ഒരു ചോദ്യം കൂടെ ഉള്ളത്, അതായത് നമ്മളെ ഭരണഘടന വന്ന അത് പണി പൂർത്തിയായ വർഷം എന്ന് പറയുന്നത് 1949 നവംബർ 26 അതിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അടുത്ത ജനുവരി 26 വരെ അവർ വെയിറ്റ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് അറിയാമോ? മറ്റേ സ്വരാജ് എന്ത് സ്വരാജാണ്? പൂർണ്ണ സ്വരാജ്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അത് പൂർണ്ണ സ്വരാജ് മീൻസ് ഫുൾ ഫ്രീഡം. മറ്റേ എന്തോ നമ്മൾ പഠിച്ചില്ലായിരുന്നു? പൂർണ്ണ സ്വരാജ് INC 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് റിമംബറൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ കറക്റ്റാണ്. ഒരു ചോദ്യം കൂടി, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് നമ്മൾ പ്രധാനമന്ത്രി ആയിരുന്നു അറിയാമോ? പ്രധാനമന്ത്രി PM ജവഹർലാൽ നെഹ്റു ആണോ? 1950 ജവഹർലാൽ നെഹ്റു ആണോ? പ്രൈം മിനിസ്റ്ററും 1950 പ്രൈം മിനിസ്റ്ററും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ശരി, താങ്ക് യു. ബുജിയാണോ? അങ്ങനെയുള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. ഒരു സ്വീറ്റ്. പേരെന്തായിരുന്നു? അതുല്യ. ഓക്കെ, എൻ്റെ പേര് അതുൽ. ഓക്കെ, ഇന്ന് എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്? 74. ചെറുതായിട്ട് 75 ഓക്കെ, എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് ഈ ഒരു ദിവസം? റിപ്പബ്ലിക് ആയതുകൊണ്ട്. അത് ചേട്ടൻ ഐഡിയ ഉണ്ട്. ഓക്കെ, ഏത് വർഷമാണ് നമ്മളെ? 1950. ഓക്കെ. നവംബർ 26, അതായത് 1949 നവംബർ 26 നമ്മൾ ഭരണഘടനയിൽ വന്നത്. എന്തുകൊണ്ടാണ് അത് ജനുവരി 26 പോസ്റ്റ്പോൺ ചെയ്തത്? അതായത് നിലവിൽ വരാൻ അത്രയും ടൈം എടുക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? പ്രിന്റ് ചെയ്യാനും അതിൻ്റെ വരയ്ക്കാനൊക്കെ ടൈം എടുക്കും. ഹാൻഡ് മെയ്ഡാണ് ഫുൾ. അതുകൊണ്ടാണോ? പക്ഷെ നമ്മൾ ആ സ്പെസിഫിക് ഡേറ്റ് ജനുവരി 26 എടുക്കാനുള്ളൊരു കാരണം അറിയാമോ? നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1930 ജനുവരി 26 ആദ്യത്തെ സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതേ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തിനെ പറ്റി എന്താ ഐഡിയ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ആൻസറാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളിടുന്നാണ് ആദ്യമായിട്ട് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടിയത്. ഓക്കെ. ഞങ്ങൾ ആക്ച്വലി ഈ SSC RRB കേട്ടിട്ടുണ്ടോ? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ. ഓക്കെ. അങ്ങനത്തെ അത് പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് കൊടുക്കുന്ന, ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കും ഫ്രീ ആണ്,
അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഇവിടെ കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എന്തായാലും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഈ ഗവൺമെൻറ് മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ SSC RRB ഒക്കെ അവരൊന്ന് സജസ്റ്റ് ചെയ്യുക. നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം CBI ആയിട്ടാണെങ്കിലും EDയിലൊക്കെ ആണെങ്കിലും നമ്മളെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഭയങ്കര കുറവാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്ന് ഈ ഒരു ഏരിയയിലേക്കൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ താങ്ക് യു.